അസ്സലാമലൈക്കും. റമദാൻ കരീം. രണ്ടുപേരും കൂടെ ഉറങ്ങുന്നതാണ് എന്തൊരു ചേലാണല്ലേ. ഈസിട്ട് ഉറങ്ങിയ സമയത്ത് 2 മണിയെങ്ങാണ്ടായിട്ടുണ്ടായിരുന്നേ. രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിട്ട് 2 മണിയായിട്ട് ഉറങ്ങാതെ കിടന്ന് ഞാൻ പിന്നെ വഴക്ക് കൊടുത്തിട്ടാണ് രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവായ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേ. ഇച്ചുട്ട വന്നു കഴിഞ്ഞാൽ പിന്നെ ഈസുട്ടൻ ആരും വേണ്ട. രാവിലെ എഴുന്നേറ്റ് പാടെ അതിന് കഥക് തുറന്നു കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ രണ്ടെണ്ണത്തിനെയും കണ്ടിട്ടില്ലേ. പിന്നെ ഓരോ സൈഡിൽ നിന്നായിട്ട് ഓരോന്നിനെ എടുത്ത് നോക്കിക്കൊണ്ട് വരുന്ന മമ്മൂനെയാണ് ഞാൻ പിന്നെ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ രണ്ടുപേരെയും ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ കളിക്കാനാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആരും പിടിക്കേണ്ട, അവർ പോയി കളിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതാണ് കോലം. പുറത്തിരുന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതെടുത്ത് വെച്ച് നല്ലോണം അങ്ങ് കുളിച്ചു. ഇതാണ്, ഒരു സെക്കൻഡ് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതും രണ്ടുപേരും നിന്ന് പുറത്ത് നിന്ന് കളിക്കുന്ന സമയത്ത് വെയിലടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇസായ അകത്ത് പിടിച്ച് കയറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. ഇസായും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഏസു വന്ന് കുളിക്കുന്ന സമയത്ത് അവൾക്കും കുളിക്കണമെന്നായി. പിന്നെ ഉടുപ്പൊക്കെ ഊരി അവർ രണ്ടുപേരും കൂടെ ഒന്ന് കുളിച്ചേ. ഒരു വിധത്തിൽ പിന്നെ അകത്ത് കയറുന്നുണ്ടായിരുന്നില്ല ഏസുട്ടൻ. അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് കുളിക്കാനൊക്കെ പഠിക്കണമല്ലോ കുട്ടി, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്ന് വിചാരിച്ചേ. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും അകത്തെടുത്തോണ്ട് വന്ന് സോപ്പൊക്കെ തേച്ച് എന്തായാലും കുളിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അകത്ത് കൊണ്ട് പോയതിനായിരുന്നു കേട്ടോ ബാക്കി കരച്ചില്. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാമല്ലോ, ഇത്രയും ഇൻട്രസ്റ്റോട് കൂടി നിന്ന് ആസ്വദിച്ച് കുളിക്കുന്ന ഒരുത്തിനെ പൊക്കി എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തോരം കരയുമെന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് കരച്ചിലിന്റെ ബഹളമായിരുന്നേ. അകത്ത് കൊണ്ടുപോയി പിന്നീട് കുളിപ്പിച്ചു കൊടുത്ത സമയത്തും അതുപോലെ തന്നെ ആയിരുന്നു. കുളിപ്പിച്ച് തീരുന്നത് വരെയും കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടുപ്പിട്ടതിന് ശേഷവും കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ വാപ്പച്ചി എടുത്ത് പൊക്കിക്കൊണ്ടുപോയി അപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ട് താഴെ വീണിട്ടുണ്ടായിരുന്ന മാങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതും കൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്ന് സമാധാനത്തിൽ കരച്ചിലൊക്കെ മാറ്റി സന്തോഷത്തിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. മമ്മുദാ രാവിലെ തന്നെ നമ്മുടെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇന്നലത്തെ വ്ളോഗ് ഇരുന്ന് കാണുകയാണേ. ഇന്നലത്തെ നമ്മൾ വ്ളോഗ് കണ്ടിരുന്നോ? കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 1-2 മണിക്കൂറിൽ നിന്ന് എഡിറ്റ് ചെയ്തൊക്കെയാണ് ഞാനൊരു 15-16 മിനിറ്റോളം അത് മാറ്റിയിട്ടുള്ളത്. കാരണം ഒരുപാട് ലോങ് ആയി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ വോയിസ് ചെയ്യാൻ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് മറക്കില്ല. എങ്കിൽ ന്യൂ മെമ്പേഴ്സിലേക്ക് കൂടി റെക്കമെൻഡേഷൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടൻ അവിടെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിളികൾക്ക് തിന ഇട്ട് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നല്ലോണം വെയിലുള്ളത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നും തുളസി ഇല ഇട്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് കുറച്ച് ചീരയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അകത്ത് കയറി വന്ന് 2 പേർക്കും സ്നാക്സിന് വേണ്ടിയിട്ട് പഴവും ഓറഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹേസുട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഉമ്മച്ചി ക്ലീനിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു. ഉമ്മച്ചി കിച്ചണിലുണ്ടായിരുന്നു. ഞാൻ അടിച്ചു വാരലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കൊറിയർ വന്നിട്ടുണ്ട്. ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കൊറിയറൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഞാനും ഇസായും കൂടി കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടിയപ്പം നച്ചുമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. കാരണം നച്ചുമ്മ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കുറേ ഐറ്റംസ് വീഡിയോ എടുക്കാറുണ്ട് എന്ന്. അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് കുറേ ദിവസമായിരുന്നേ. ഞാനാണെങ്കിൽ പിന്നീട് വരാൻ, കാരണം ഹേസുട്ട ഉണർന്നിരിക്കുന്ന സമയത്ത് വരാനായിട്ട് ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പോൾ എന്തായാലും ഹേസുട്ട ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം മമ്മുവും കൂടി വരണമെന്ന് പറഞ്ഞിട്ട് മമ്മുവിന് കല്ലറ കൂടി പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളവിടെ കൊണ്ടാക്കിയിട്ട് മമ്മു പിന്നീട് കല്ലറ പോകാമെന്ന് പറഞ്ഞു. ഇന്ന് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. കുറച്ച് ദിവസമായി എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. മമ്മും കൂടി വരുന്നുണ്ട് കേട്ടോ. മമ്മു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് നോർമലി. എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നച്ചന്മാർ അവിടെ ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ കേട്ടോ. ഞാനും മിസ്സായും മമ്മും കൂടി സ്വിഫ്റ്റിലാണ് കേട്ടോ പോകുന്നത്. ലൈസൻസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് വർഷമായെങ്കിലും എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. സംഭവം ഉമ്മച്ചി ഉള്ളത് കൊണ്ടാണ്. ലൈസൻസ് എടുത്ത സമയത്തൊക്കെ ഞാനും മമ്മുമായിട്ട് വക്കത്തൊക്കെ പോകുന്ന ഇക്കാട് വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ പള്ളിക്കൽ പോകുമ്പോൾ വാപ്പച്ചിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത്, കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ, പിന്നെ ഇത്താടെ വീട്ടിൽ നെടുമങ്ങാട് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ജസ്റ്റ് എടുക്കാറുണ്ട്. എടുക്കാതിരിക്കുമ്പോൾ ഒരു മടി വരും. അതുകൊണ്ടാണ്. അതിന് ഉമ്മച്ചി നല്ല വഴക്ക് പറയും കേട്ടോ. കാരണം നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ ഒരു അറപ്പും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, പിന്നെ അങ്ങ് മടിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചേ. ആ ഒരു ടച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഹേസ് ഉണർന്നിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. അവന് സ്റ്റിയറിംഗ് പിടിക്കണം. റീലൊക്കെ കാണുന്നത് പോലെ ഞാൻ ഹോണടിച്ച് തരാം കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും സമാധാനത്തോടു കൂടി കുറച്ച് നാൾക്ക് ശേഷം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ
നമ്മുടെ നച്ചുമ്മയുടെ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നച്ചുമ്മയുടെ വീട്, അതായത് ഉമ്മച്ചിയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ വീടാണ് കേട്ടോ. ഇത് സ്ഥലം വരുന്നത് കുറിഞ്ചിലക്കാട് എന്ന് പറയും. അപ്പൊ നച്ചുമ്മയുടെ ഏതൻ തോട്ടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. നല്ല കൊട്ട വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് ഓരോന്ന് എൻ്റെ ഒരു ഏകദേശം ആംഗിളിൽ എടുത്തിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് സ്ക്രീന്, അത്രയ്ക്കും വെട്ടമായിരുന്നു, വെയിലായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് നമ്മുടെ അമ്പഴങ്ങയാണ് കേട്ടോ. ഇത് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യവും പിടിക്കും, പക്ഷേ ഇത്രത്തോളം പിടിക്കത്തില്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കൊല കുത്തി പിടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ മാഷാഅല്ലാ ഒരുപാടുണ്ടായിരുന്നേ. എല്ലാവരും പറിച്ചുകൊണ്ടൊക്കെ പോവും. ഉമ്മച്ചി വന്ന സമയത്ത്, നച്ചുമ്മ വന്ന സമയത്ത് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. 2-3 തൈ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ല നാടൻ അമ്പഴങ്ങയാണ്. നല്ല പഴുത്തിട്ടൊക്കെ നിൽപ്പുണ്ടേ. നോമ്പായതുകൊണ്ട് കൺട്രോളിൽ നിന്നതാണ്. അതിൻ്റെ ഇടയിൽ തന്നെ 2-3 പറിച്ച് കഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ആദ്യം നിന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ എല്ലാവരും പറിച്ചൊക്കെ അതിൻ്റെ ഗ്ലാമറൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടേ. എങ്കിലും ഇപ്പോഴും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റൻ്റ്, ചൈനീസ് ഓറഞ്ച്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം ഇത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഓറഞ്ച് സത്യം പറഞ്ഞാൽ വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ല മണവും, ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. കുറേ നേരം വരെ നമുക്ക് പിന്നെ വെള്ളം ദാഹം ഉണ്ടാവില്ല. അത് ഉപ്പൊക്കെ ഇട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാതിരിക്കും കേട്ടോ. അത്രയും നല്ലൊരു ഐറ്റമാണ്, നല്ല മണമാണ്. ഇത് അടുത്ത് നിന്ന് ആരെങ്കിലും പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണം കൊണ്ട് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഓറഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയില്ല. ഇതിന് അങ്ങനെ ഒരു സംഭവമില്ല. ടേസ്റ്റിനാണെന്നുണ്ടെങ്കിലും മണത്തിനാണെന്നുണ്ടെങ്കിലും ഒരു കുറവുമില്ലേ. നല്ല രസമാണ് സംഭവം പിടിച്ച് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പൂവും പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഉള്ളതൊക്കെ പഴുത്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പച്ചയുണ്ട്. നച്ചുമ്മ എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞ സമയത്ത് ഒരുപാട് മഞ്ഞ കളറിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ ഓരോരുത്തരും പറിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ കൂടുതലും പച്ചയാണ് ഉള്ളത്. എങ്കിലും ഇടയ്ക്കൊക്കെ നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്നുണ്ടേ. നല്ല ടേസ്റ്റാണ് ജ്യൂസ് അടിക്കാനാണെന്നുണ്ടെങ്കിലും. പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഡ്രൈഡ് ലെമണിനേക്കാളും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. നച്ചുമ്മ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന മന്തിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. അതിനിടയിൽ തന്നെ ഈ മിറാക്കിൾ ഫ്രൂട്ടൊക്കെ പറിച്ചുകൊണ്ട് ഇസ വന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിന് വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സംഭവം പേര് പോലെ തന്നെ മിറാക്കിൾ എഫക്റ്റ് എപ്പോഴാണെന്ന് ഉണ്ടാവുന്നത്, ഈ ഒരു ഐറ്റം നമ്മൾ കഴിച്ചതിന് ശേഷം പുളിപ്പോ അല്ലെങ്കിൽ കയ്പോ ചവർപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലാത്ത എന്ത് ഐറ്റം കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഐറ്റം കഴിച്ചതുകൊണ്ട് നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യും. അത് ഭയങ്കര ഒരു മാജിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പുളി തന്നെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു നാരങ്ങ തന്നെ മൊത്തത്തിൽ കഴിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഫുള്ളൊരു മധുരം എഫക്റ്റ് ആയിരിക്കും. അത് ഭയങ്കര ഒരു മധുരമുള്ള എന്തോ കഴിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു മാജിക് കേട്ടോ. ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു പേരിനോട് 100% നീതി പുലർത്തിയിട്ടുള്ളതെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഫസ്റ്റ് കഴിക്കുന്നവർക്ക് നമുക്ക് ഭയങ്കരമായിട്ടൊരു മാജിക് പോലെ തോന്നും കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ആ ഒരു എഫക്റ്റ് തന്നെ ഉണ്ടാവും. നമ്മൾ എന്ത് കഴിച്ചാലും ഒരു മധുരം ഫീൽ ഉണ്ടാവും. നമ്മൾ പറയുകയും ചെയ്തോട്ടെ. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ നച്ചുമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് ടൈം ചെടി കാണുന്നത് നച്ചുമ്മയുടെ വീട്ടിലാണ് ഈ ഒരു മിറാക്കിളിൻ്റെത്. പിന്നെ ഇതാണ് നമ്മുടെ ഇസ്രായേൽ ലെമൺ കേട്ടോ. ഇത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല മധുരമുള്ള ഐറ്റമാണെന്നാണ് നച്ചുമ്മ പറഞ്ഞത്. ഇതിൽ ചെറുതായിട്ട് ഇതായപ്പോൾ പിടിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഓരോ നഴ്സറിയിൽ പോകുന്ന സമയത്ത് നച്ചുമ്മയും കൊച്ചാപ്പായും കൂടെ വാങ്ങിക്കുന്നതാണ്. പിന്നെ നന്നായിട്ട് പിടിക്കുന്ന സപ്പോട്ട ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് പറിച്ചിട്ട് പോകും, നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു സപ്പോട്ടയും ഷേക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ബൂസ്റ്റൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലത്തും കുറച്ചെങ്കിലും തണലുള്ള ഒരു ഏരിയ ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊച്ചാപ്പാക്കും നച്ചുമാക്കൊക്കെ കുറച്ച് നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ആ ഒരു ഏരിയയിൽ നല്ല തണുപ്പാണേ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നത് നട്ടുച്ചയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് നാരകം, ലെമണിൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ നാരകമുണ്ട്, അല്ലാത്ത ലെമൺ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ രമ്പയില നിൽപ്പുണ്ടായിരുന്നേ, നമ്മുടെ ഇറച്ചിയിലൊക്കെ ഇടുന്ന ബിരിയാണിയൊക്കെ വയ്ക്കുന്ന ഐറ്റം. പിന്നെ ഇപ്പുറത്ത് തന്നെ കിളിഞ്ഞാവൽ എന്ന് പറയും ഈ ഒരു ഐറ്റം. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ നോർമൽ ഞാവൽ നിൽപ്പുണ്ടായിരുന്നേ. ഞാവൽ പഴം കഴിച്ചിട്ടുണ്ടാവില്ലേ,
ഒരു നീല കളറിൽ നമ്മുടെ നാവിലൊക്കെ ആവും കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞാൽ അത്രയും കളർ ഉണ്ടാവില്ല, ചെറുതുമായിരിക്കും എന്നാണ് നച്ചുമ്മ പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല, നോർമൽ ഞാവൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതിൽ ചെറുതായിട്ട് പൂവൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തടുത്തായിട്ട് പിന്നെ കുറ്റിപ്പയറൊക്കെ ഉണ്ട്, അതൊക്കെ നച്ചുമ്മയും കൊച്ചാപ്പായും കൂടെയൊക്കെ നട്ടിട്ടുണ്ടേ. പിന്നെ കുറേ ചീരയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. പാപ്പച്ചി പോലെ തന്നെ കേട്ടോ കൊച്ചാപ്പായും. എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കവറോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നടുവേ. പക്ഷേ ഇവിടെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കെയർ ചെയ്തെങ്കിൽ മാത്രമേ അത് പിടിച്ച് കിട്ടത്തുള്ളൂ. പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നല്ല തണലും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു അമ്പഴങ്ങയും കൂടെ നിൽപ്പുണ്ടായിരുന്നു. അതും നല്ല നമ്മുടെ നാടനായിട്ടുള്ള അമ്പഴങ്ങയാണ് കേട്ടോ. നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും, കറിയൊക്കെ വെക്കുന്ന ചീരയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചീര ചേമ്പെന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് വെച്ചപ്പോൾ കൊണ്ടുവരും. ഈ ഒരു ഐറ്റം നമ്മൾ 2-3 തവണ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ല മധുരമുള്ള ഒരു ചക്കയുടെ പ്ലാവ് ഉണ്ട് കേട്ടോ. ഇതിൽ വല്ലപ്പോഴും പിടിക്കത്തുള്ളൂ. പക്ഷേ ഇതിൽ ചക്ക കഴിക്കാനായിട്ട് എന്തോരം ടേസ്റ്റാണെന്ന് അറിയാമോ. നല്ല പരുക്കയാണ് കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് പഴുക്കണമെന്നൊന്നുമില്ല. പച്ചയ്ക്ക് നമ്മുടെ ആ ഒരു വിളഞ്ഞ ആ ഒരു ടൈമിൽ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര മധുരമാണ്. പിന്നെ പപ്പയ്ക്ക ഉണ്ട്. പപ്പയ്ക്ക എപ്പോഴും അങ്ങനെ കിട്ടാറില്ല. നല്ല ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കിളികൾക്കും കാക്കയ്ക്കും കൊടുക്കാനാണ് കൂടുതലും പോകുന്നത്. പിന്നെ കൊച്ചാപ്പാക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് ഇതുപോലെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കുക കേട്ടോ. ഇത് നമ്മുടെ കിളയ്ക്കുന്ന ഐറ്റമാണ് കേട്ടോ. മാനുവൽ ആയിട്ടുള്ള പണികൾ എളുപ്പമാക്കാനുള്ള ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് വീട്ടിലുണ്ട്. കൊച്ചാപ്പ എല്ലാം വാങ്ങിക്കും കേട്ടോ. ഓൺലൈനൊക്കെ വാങ്ങിച്ച് അതെല്ലാം ഉപയോഗപ്പെടുത്തും. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ക്രൈസാണ് അതിലൊക്കെ. പിന്നെ ഒരുപാട് തേൻപട്ടികൾ ഉണ്ടായിരുന്നേ. പക്ഷേ തേൻപട്ടിയിലൊന്നും തേൻതുമ്പികളില്ല. കാരണം നമ്മുടെ നാസിക്കുട്ടൻ്റെ കല്യാണം ആയതോടുകൂടി ബഹളവും ആളിൻ്റെ ബഹളമൊക്കെ ആയപ്പോൾ അത് അവിടെ നിന്ന് തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നേ. ഒരു കൂട്ടിൽ മാത്രം റാണിയും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര കലക്കി വെക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണമെന്ന്. അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് നോർമലി എല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അതൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പഴയ വീട്ടിലേക്കാണ് കേട്ടോ. നച്ചുമ്മയുടെ മാമിയുടെ വീട്ടിലേക്കാണ്. ഇവിടെ ഇങ്ങനെ നടന്നിറങ്ങുന്ന സമയത്ത് എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഇവിടുത്തെ പള്ളിയിൽ മദ്രസയിൽ പോകുന്ന സമയത്ത് മദ്രസ തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ലേഡി ബേർഡ് അടുത്ത് പറന്ന് ഇങ്ങോട്ട് വരുവേ. അന്നൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഇറക്കമായിരുന്നു. ഈ ഒരു നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഇറക്കമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ സ്പീഡിൽ ഈ ഒരു ഇറക്കം ഇറങ്ങി വരുന്നതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. മദ്രസ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. കാരണം തൊട്ടടുത്ത് തന്നെയാണ് നച്ചുമ്മയുടെ വീട്. അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വരും. കാരണം വീട്ടിൽ നാസി നൗഫി ഉണ്ട്. അപ്പോൾ അവരോടെ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നിട്ടാണ് പോകുന്നത്. ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, സ്കൂളിലൊന്നും പോകണ്ടാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. അന്നൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്വർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ വന്ന പോയിന്റ് പറഞ്ഞു പോകണ്ട, നമ്മുടെ കാരക്കയുടെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പിടിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് കേട്ടോ, നല്ല വളർന്നിട്ടുണ്ട്. മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ഹൈറ്റിലുള്ള കാരമരമായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ വലിയൊരു ഞാവൽ മരവും കൂടി ഉണ്ടായിരുന്നേ. ഒരു കാരമരത്തിൽ ശരിക്കും പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന പാടെ തന്നെ നോമ്പാണെന്ന് പോലും ഓർക്കാതെ ചെന്ന് പറക്കി എടുക്കായിരുന്നേ. പിന്നെ കൺട്രോൾ ചെയ്തൊരു കവർ എടുത്ത് അങ്ങ് പറക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നോമ്പില്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ അത് മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ ചോട്ടിൽ ഒരുപാട് കിഴപ്പുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് പഴുത്തിട്ടുള്ള ആ ഒരു ടൈമായിരുന്നു. പണ്ട് ഇത് ഉപ്പിലിട്ടതും അച്ചാറിട്ടതും എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് നച്ചുമ്മ ഉണ്ടാക്കുമെന്നോ, എല്ലാം നല്ല ടേസ്റ്റ്. എന്നെ പോലെ തന്നെ ഇഷ്ടമുള്ള വേറെ ഒരാളും കൂടെ ഉണ്ട്, പാത്തുത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാത്തുത്ത വയറുവേദന എടുക്കുന്നത് വരെ കഴിക്കുവേ. അങ്ങനെയാണ്. അപ്പോൾ പാത്തുത്താക്കും കൂടെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്വർഗം എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുകയും ഒരുപാട് ജാമ്പക്കായും പേരയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല രസമായിരുന്നു. കാണാൻ തന്നെ ഒരു കുഞ്ഞു സ്വർഗം എന്ന് പറയില്ല, അതുപോലെയാണ്. പക്ഷെ ഈ ഒരു സ്വർഗത്തിൽ ഇപ്പോഴും ഒരു 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ കയറാനായിട്ട് പേടിയാണ്. കാരണം തുറന്നു കഴിഞ്ഞാൽ തലയിൽ എപ്പോഴാണ് ഓട് വന്ന് വീഴുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് പേടിയാണ് കേട്ടോ ഇപ്പൊ കയറാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നാളായി, അപ്പുറത്തേക്ക് മാറിയിട്ട് ഒരുപാട് വർഷമായി കേട്ടോ. അതിനുശേഷം അങ്ങനെ യൂസ് ചെയ്യാറൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ താഴേക്ക് ഒരുപാട് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1.25 ഏക്കർ എങ്ങാണ്ട് 1.5 ഏക്കർ എങ്ങാണ്ട് ഉണ്ട് താഴോട്ട്.
അതിൻ്റെ താഴെ അറ്റത്തായിട്ട് 5 കുളവും കണ്ട് ഉണ്ട് കേട്ടോ. അതിൽ സിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുവിധം പിടിച്ചൊക്കെ തീർന്നിട്ടുണ്ട്. 1-2 കുളത്തിൽ മാത്രമേ ഉള്ളൂ ഇനി മീനുകൾ. പണ്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ നെറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരുപാട് താറാവിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. എന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും പട്ടികം കണ്ട് പിടിച്ചുകൊണ്ട് പോയി. അത് ഭയങ്കര വിഷമമായിരുന്നേ. അച്ഛമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതിന് ശേഷം കുറേ നാൾ അത് വല്ലാത്തൊരിതല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വളർത്തിയതിന് ശേഷം അതൊക്കെ ചത്തു പോകുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പുളിഞ്ചിക്കയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നേ. മാങ്ങയും പുളിഞ്ചിക്കയും നമ്മുടെ വീട്ടിലെ പോലെ തന്നെ മാങ്ങയൊക്കെ എല്ലാം താഴെ വീണ് പോയിട്ടുണ്ട്. ഒരുപാട് ഉണ്ണിമാങ്ങ താഴെ കിടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ പേരമരം, പേരയ്ക്ക് വീഴുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടിനകത്ത് കയറണമെന്നാണ് നച്ചുമ്മ പറഞ്ഞ ഒരു വിവരം. അപ്പോൾ അതും കിട്ടത്തില്ല. പിന്നെ പറ്റുന്ന രീതിയിലുള്ള കാരക്കൊക്കെ പറക്കിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു മൈലാഞ്ചി ഇരിക്കുന്ന കണ്ടിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ തിരിച്ച് കയറിയ പാടൊക്കെ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഹിസുട്ടൻ ഉറങ്ങുന്ന സമയത്തേ പറ്റത്തുള്ളൂ. ഈ ഒരു സമയത്താണ് അവൻ ഉറങ്ങിയതും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നോക്കി വന്നതാണ്. പക്ഷേ നമ്മൾ 3 പേര് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നോമ്പില്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഒരു കുടം വെള്ളം പോയി കുടിച്ചിട്ടുണ്ടായിരുന്നേനെ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും മമ്മു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മമ്മു തിരിച്ച് കലറ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെയാണ് പള്ളി. നമ്മുടെ ഈ കുറിച്ചിലക്കാട് പള്ളിയെ അവിടെ അടുത്താണ്. നമ്മുടെ ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരെയും ഖബർ. അപ്പോൾ വാപ്പച്ചിയുടെ ഖബറിലൊക്കെ നമ്മൾ പുറത്ത് നിന്നിട്ട് ഫാത്തിഹയൊക്കെ ഓതാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. ഉമ്മച്ചിയുടെയും തൊട്ടടുത്ത് തന്നെയാണ്. നമുക്കിങ്ങനെ അറിയാം കേട്ടോ. 2 ചെടികൾ ഇങ്ങനെ നട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാമായിരുന്നു. മൈലാഞ്ചി ചെടിയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ആരൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ മരമായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇലയായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് മാറ്റിയെന്ന് തോന്നുന്നു ആരോ. പക്ഷെ ആ ഒരു സ്പേസ് നമുക്കറിയാം. പുറത്ത് നിന്ന് നമ്മളൊക്കെ ദുആ ചെയ്യും. നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ആണുങ്ങളെല്ലാവരും പോയി സിയാറത്തൊക്കെ ചെയ്യാറുണ്ട്. ഉമ്മച്ചിയുടെ വാപ്പച്ചിയും ഉമ്മച്ചിയാണ് കേട്ടോ. ഉമ്മച്ചി വിളിക്കുന്ന കേട്ടിട്ട് നമ്മൾ വാപ്പച്ചിയും ഉമ്മച്ചിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന സമയത്തും മേസൂട്ട് നല്ല ഉറക്കമായിരുന്നേ. പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തു. ഇസാക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ നമസ്കരിച്ചതിനൊക്കെ ശേഷം. കാരണം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലത്തല്ലേ നിന്ന് വീഡിയോയൊക്കെ എടുത്തതുകൊണ്ട് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇന്നലത്തെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും റെസ്റ്റ് എടുക്കാതെ ഒട്ടും ഉറങ്ങാതെയൊക്കെയാണ് ഇന്നലെ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകിട്ട് എന്തായാലും ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. അതുകൊണ്ട് നല്ല ബോധം കിട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിടയിൽ തന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ വന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല വേഗുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റത്തെ പണി ഇതായിരുന്നു. പിന്നെ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ഒരുവിധം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒന്നും തന്നെ വെക്കാൻ ഉമ്മച്ചിക്കും വയ്യായിരുന്നു, എനിക്കും വയ്യായിരുന്നു. അങ്ങനെയുള്ളതായിരുന്നു. വൈകിട്ടത്തെ പരിപാടികളൊക്കെ എല്ലാം തട്ടിക്കൂട്ടലായിരുന്നേ. കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഒന്ന് എവിടെയെങ്കിലും കിടന്നാൽ മതി, അങ്ങനത്തെ ഒരു ഏർപ്പാടിലായിരുന്നു. കാരണം ഇന്നലത്തെ പണികളൊക്കെ തീർന്നത് തന്നെ ഇന്ന് രാവിലെയും ഉച്ചയൊക്കെ ആയിട്ടാണ് ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇന്ന് വല്ലാത്തൊരു ക്ഷീണവും ഉണ്ടായിരുന്നേ. നമ്മളിന്ന് അവിടെ പോയത് കൊണ്ടല്ല, അല്ലാതെ തന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഒരു എനർജി കുറവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാഴയ്ക്കപ്പം ഉണ്ടായിരുന്നു. ഇന്ന് മുന്തിരി ജ്യൂസാണ് കേട്ടോ. ഇന്നലെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ചെടുത്ത് മധുരം ചേർക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതെടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് മധുരമൊക്കെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ നോമ്പുറക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേസുട്ടൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ നോമ്പുറക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ 2ൻ്റെ അടുത്തും കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 മൈൻഡ് ചെയ്യാതെ അവിടെ ഇവിടെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നന്നായിട്ട് വിശന്നിട്ടാണെന്ന് തോന്നുന്നു ഹേസുട്ടൻ വന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മച്ചി പറയുകയും ചെയ്തു, ഇതിനൊക്കെ വിശപ്പറിഞ്ഞ് തന്നെ വളരണം, വിശന്ന് ചോദിച്ചു വന്ന് വാങ്ങിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കും നിനക്ക് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ പട്ടിണിക്ക് ഇടണമെന്ന് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഡോസുകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ ഫുഡ് ഇഷ്ടപ്പെട്ട് വന്ന് കഴിക്കത്തുള്ളൂ. എന്തായാലും നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു വിശന്ന് വന്ന് കഴിക്കുന്നത് രണ്ടാണെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമസ്കരിക്കുന്ന സമയത്തൊക്കെ 2 പേരും ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ നമസ്കരിക്കാനായിട്ട് പറ്റുവേ. അല്ലാന്നുണ്ടെങ്കിൽ ഹേസുട്ടൻ ഫ്രണ്ടിൽ വന്ന് കിടന്ന് മോണോ ആക്റ്റും പരിപാടിയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ പെറോട്ടയാണ് കഴിച്ചത് കേട്ടോ. പെറോട്ടയും ചിക്കൻ കറി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, കപ്പയും മുളകൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് കുറച്ച് അൺബോക്സിങ് വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. കാരണം ഒരുപാട് ഐറ്റംസ് ഇന്നലെയും ഇന്നും ആയിട്ടൊക്കെ കൊറിയർ വന്നു. അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് പോലും നോക്കിയിട്ടില്ലേ. ഹേസുട്ടൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഡ്രസ്സ്, ഷൂസ്, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് കേട്ടോ. 3 കളറിലാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 3 കളേഴ്സാണ്. നല്ല ക്ലോത്താണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. ഇതെന്തായാലും കഴുകിയതിന് ശേഷം ഹേസുട്ടൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എല്ലാം ഒരുവിധം കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മെഷീനിലിട്ട് കഴുകുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒരുമാതിരി ആയിട്ടുണ്ട്. അതിനുശേഷം ഹേസുട്ടന് ഷൂ ഉണ്ടായിരുന്നു. ഷൂ കോമഡിയാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് അതേ സാധനം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ ഓർഡർ ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് ഷൂ, ഇപ്പോഴത്തെ ഷൂ ഒക്കെ ഒരു പരുവായല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ മീഷോയിൽ നോക്കും, ഉച്ചയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കും. അങ്ങനെയുള്ള പരിപാടിയാണ്. അങ്ങനെ എന്തായാലും ഷൂ എടുത്ത സമയത്ത് പിന്നെ കുട്ടിക്ക് ഇടണമെന്നായി. അങ്ങനെ ഇട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഊരാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഊരിയതിന് കരച്ചിലായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ബഹളമായിരുന്നേ. അങ്ങനെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് രണ്ടാമത്തെയും കൂടെ ഓപ്പൺ ചെയ്തപ്പോഴാണ് അക്കിടി പറ്റി എന്നുള്ളത് മനസ്സിലായത്. എന്തായാലും ഒരേ സാധനം എങ്ങനെയാണോ എന്തോ ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്തു. പിന്നെ കുറച്ച് ഫുഡ് ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതുണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ. 2 ലിറ്ററിൻ്റെ കുപ്പി വാങ്ങിച്ചതാണ്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്തോ അതൊരു ബാരൽ പോലത്തെ ആയിട്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് ഇരിക്കട്ടെ എന്ന്. ഇനിയിപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. എന്താണോ എന്തോ എന്നും വിചാരിക്കും ഡയറ്റ് തുടങ്ങണമെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അങ്ങ് സ്കിപ്പ് ചെയ്യുവേ. ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും അങ്ങ് സ്കിപ്പ് ആവുന്നത്. എന്തായാലും ഇൻഷാല്ലാ നോമ്പ് കഴിയുമ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അതിൻ്റെ പരിപാടിയൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് മമ്മൂൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്തൊരു സ്ട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നേ. പിന്നെ പിള്ളേരുടെ ബഹളം ആയതുകൊണ്ട് തന്നെ ഞാൻ മമ്മൂൻ്റെ കയ്യിൽ കൊടുത്തു. മമ്മു കുറേ നേരം നോക്കി, എന്നിട്ട് അവനും കീഴടങ്ങി. ഇനി സമയമുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഇരുന്ന് നോക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസായെ കൊണ്ടാക്കുകയാണ് കേട്ടോ. 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബുധനാഴ്ചയാണ് അവർക്ക് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ 2 ദിവസം ചേച്ചിമാർക്കൊക്കെ എക്സാം ആയതുകൊണ്ട് ലീവാണെന്നാണ് പറഞ്ഞത്. അവൾക്ക് ക്ലാസ് ഇല്ല, എക്സാം ഇല്ല. അപ്പോൾ 2 ദിവസം കൂടെ നിൽക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ആളൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ബുക്കൊന്നും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞ് ആകെ വിഷമത്തിലായിരുന്നു കേട്ടോ. ഹേസുട്ടനാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും ആകെ വിഷമമായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് വെക്കേഷൻ അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഹേസുട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് നേരമൊക്കെ ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. വണ്ടി അങ്ങ് അകന്നു പോയ സമയത്ത് ആൾക്ക് നല്ലോണം സങ്കടമായേ. കുറേ നേരം നമ്മൾ വിഷയമൊക്കെ മാറ്റാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മമ്മു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എവിടെയോ പോവുകയാണെന്നുള്ളത്. പക്ഷേ ഇസായെ കൊണ്ടുപോകുന്നുള്ളത് ആൾ അറിഞ്ഞില്ല. ഇസായും കൂടെ വണ്ടി കയറിയ സമയത്ത് അങ്ങ് ആൾക്ക് വിഷമമായിട്ടുണ്ടായിരുന്നേ. പിന്നെ വരും, ഇപ്പം മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട് വരുമെന്നൊക്കെ പറഞ്ഞപ്പം എങ്കിലും ആൾക്ക് മനസ്സിലായി എല്ലാവരും വന്നിട്ട് കുറച്ച് നേരേ നിൽക്കുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നേ. എന്തായാലും മിസ്സ പോയപ്പോൾ അങ്ങ് വീട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സങ്കടം കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ ഷൂസൊക്കെ ഇട്ട് കൊടുക്കാൻ കരഞ്ഞു. അങ്ങനെ പഴയ ഒരു ഷൂസൊക്കെ ഇട്ടുകൊണ്ട് ആൾ നടക്കുകയാണ്. പിന്നെ ഫുള്ള് ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നല്ലോണം ക്ലീൻ ചെയ്തതാണ്. പക്ഷേ നല്ലോണം പൊടിയും മഴുക്കും ചവറും അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെ ആയിട്ടുണ്ട്. കൂടുതൽ എൻ്റെ റൂമിലാണ് കേട്ടോ. അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ റൂമിൽ ഫുള്ള് ചവറായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടില്ല, അടിച്ച് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് ഉമ്മച്ചി. അങ്ങനെ അതൊക്കെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹേസുട്ടന് എന്തായാലും വൈകിട്ടും ദേഹമൊക്കെ കഴുകി കൊടുത്തതുകൊണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി നമസ്കരിച്ചിട്ട് കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ്